ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നിലനിർത്തുന്ന യോഗയുടെ പ്രാധാന്യം വിളിച്ചോതി ലോകമെങ്ങും വിപുലമായ പരിപാടികളോടെയാണ് ഈ ദിനത്തെ വരവേറ്റത്. ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ യോഗ മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യയ്ക്ക് അഭിമാനമായി രാജ്യാന്തര യോഗാ ദിനം. യോഗയുടെ പ്രസക്തി മനസ്സിലാക്കി നാടെങ്ങും ദിനാചരണ പരിപാടികൾ. രോഗമില്ലാത്ത സമൂഹത്തെ നിലനിർത്താൻ യോഗ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. കുശവ സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കേരള കുംഭാര സമുദായ സഭ. വിശദമായ വാർത്തകളിലേക്ക്. രോഗമില്ലാത്ത സമൂഹത്തെ നിലനിർത്താൻ യോഗ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. വിവേകാനന്ദ യോഗ വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു വിവേകാനന്ദ യോഗ വിദ്യാപീഠത്തിന്റെ ഭാഗമായി നടന്ന അന്താരാഷ്ട്ര യോഗാദിന പരിപാടികൾ. യോഗാചാര്യൻ സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗ പ്രദർശനത്തോടെയാണ് യോഗാദിന പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ഔപചാരിക ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. രോഗമില്ലാത്ത സമൂഹത്തെ നിലനിർത്താൻ യോഗ ഉപയോഗപ്രദമാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോഗ്യം സംരക്ഷിക്കാൻ യോഗ സഹായകരമാണ്. എന്നാൽ യോഗ സംബന്ധിച്ച് അവബോധമില്ലായ്മ മാറി ഗുണഫലങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാരീരികമായും മാനസികമായും ഒരു മാറ്റം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യോഗയുടെ അടിസ്ഥാന തത്വമെന്നത്. പരിപാടിയിൽ വിവേകാനന്ദ യോഗ വിദ്യാപീഠം പ്രസിഡന്റ് ഡോക്ടർ ആത്മദേവ് അധ്യക്ഷനായിരുന്നു. ആത്മീയ ആചാര്യൻ പട്ടേൽ പ്രഭാകരൻ യോഗാദിന സന്ദേശം നൽകി. വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ആഴ്ചയിൽ 6 ദിവസം യോഗാ പരിശീലന ശിബിരവും എന്ന പേരിൽ വ്യത്യസ്തമായ ക്ലാസുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ജൂൺ 27 ക്ലാസുകൾ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ, ആയുഷ് വകുപ്പ്, ആയുർവേദ കോളേജ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ ഭാഗമായി യോഗയെ വികസിപ്പിച്ചെടുക്കണമെന്നും യോഗയുടെ പ്രാധാന്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോർപ്പറേഷനൊപ്പം ആയുഷ് വകുപ്പും ആയുർവേദ കോളേജും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും പരിപാടിയുടെ ഭാഗമായി. മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗാ ദിനാചരണം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ യോഗ സഹായകരമാകുമെന്നും യോഗയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആയുർവേദത്തിന്റെ ഭാഗമായി യോഗയെ വികസിപ്പിച്ചെടുക്കണമെന്ന ആവശ്യം ആയുഷ് വകുപ്പിനോട് അഭ്യർത്ഥിച്ചാണ് അദ്ദേഹം വേദിവിട്ടത്. ഇതിനെ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ആയുർവേദത്തിന് ഇത് വേറെയും യോഗ വേറെയുമായിട്ടല്ല, ആയുർവേദത്തിന്റെ ഭാഗമാക്കി യോഗയെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും, അതിനെ ആരോഗ്യത്തിലാക്കാൻ കഴിയും. പിന്നെ നമുക്കുള്ള ഇന്ത്യക്കാർക്കുള്ള ഏറ്റവും വലിയ തകരാറ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു തകരാറ് ഒരു ശാസ്ത്രം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്, അത് എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പരിപാടിയിൽ 100ഓളം പേരാണ് യോഗ പരിശീലനം ചെയ്തത്. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ പരിശീലനം. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഇതിൽ പങ്കാളികളായത്. പരിപാടിയോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകളും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി.
ഡോക്ടർ ഒ ഷൈജു, കോർപ്പറേഷൻ സെക്രട്ടറി ടി.പി. സതീശൻ, ലളിതപ്രഭ, ഡോക്ടർ വിമൽകുമാർ, ഡോക്ടർ എം. സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൺപാത്ര നിർമ്മാണ സമുദായമായ കുശവ സമുദായത്തെ അധിക്ഷേപിക്കുന്ന വിധം കൊശവൻ എന്ന പ്രയോഗം പ്രസംഗിച്ചു നടക്കുന്ന വെള്ളാപ്പള്ളി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കേരള കുംഭാര സമുദായ സഭ. എല്ലാ ഹിന്ദു സമുദായങ്ങളും ഒന്നിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കാപ്പട്യമാണെന്നും അവർ പറഞ്ഞു. മൺപാത്ര നിർമ്മാണ വിഭാഗത്തിൽപ്പെട്ടവരാണ് കുശവ സമുദായം. ഇന്ന് കൊശവൻ എന്ന ജാതിപ്പേരിൽ ഈ സമുദായം ഒന്നിനും കൊള്ളാത്തവൻ എന്ന അർത്ഥത്തിൽ എത്തിച്ചേർന്നതിൽ നമ്മുടെ സമൂഹവും കുറ്റക്കാരാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സമുദായക്കാരുടെ പുരോഗതിക്ക് എന്ന് മേനി പറഞ്ഞ് കേരളം മുഴുവൻ സഞ്ചരിച്ച വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തും വിധം കുശവൻ എന്ന ജാതിപ്പേരിനെ വളരെ നിന്ദ്യമായ രീതിയിൽ പരാമർശിച്ചത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇതിന്റെ പേരിൽ അദ്ദേഹം സമുദായത്തോടും സമൂഹത്തോടും മാപ്പു പറയണമെന്നും കേരള കുംഭാര സമുദായ സഭ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ജനവിഭാഗത്തിന്റെ പുരോഗതിക്ക് എന്ന് മേനി പറഞ്ഞുകൊണ്ട് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഒരു നേതാവ്, ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു. നല്ല നാളേക്ക് വേണ്ടി നല്ല ആരോഗ്യം നിലനിർത്താൻ NCC കേഡറ്റുകൾക്കായി യോഗ പരിശീലനം നടത്തി. കോഴിക്കോട് NCC കോംപ്ലക്സിലെ ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പിലെ കേഡറ്റുകൾക്ക് വേണ്ടിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പരിശീലനം നൽകിയത്. ക്യാമ്പ് കമാൻഡർ കേണൽ VKK ശ്രീവാസ്തവ പരിശീലനത്തിന് നേതൃത്വം വഹിച്ചു. 28 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് NCC കോംപ്ലക്സിൽ നടക്കുന്ന ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ പരിശീലനം സംഘടിപ്പിച്ചു. ജൂൺ 14 തുടങ്ങിയ ക്യാമ്പിൽ വിവിധ ജില്ലകളിലെ 300 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പിൽ യോഗ പരിശീലനം നടന്നത്. നല്ല നാളേക്ക് വേണ്ടി നല്ല ആരോഗ്യത്തിനായി കേഡറ്റുകൾക്ക് യോഗ പരിശീലനം നടത്തിയത് ക്യാമ്പ് കമാൻഡർ കേണൽ VKK ശ്രീവാസ്തവയാണ്. Training them for various NCC related activities and also motivate them to join the armed forces. Today, being the second international yoga day, we are here 300 cadets performing yoga for promoting yoga for a better health and a better tomorrow. And these cadets in sync and in harmony doing yoga for today. Otherwise, the yoga is there in the NCC protocol and we have been doing it regularly all throughout. 10 ദിവസം നടക്കുന്ന ക്യാമ്പിൽ രക്തദാനം, നേത്രപരിശോധനാ ക്യാമ്പ് തുടങ്ങി നിരവധി പരിപാടികൾ നടന്നുകഴിഞ്ഞു. വരും ദിനങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ നടത്താനൊരുങ്ങുകയാണ് ഈ കേഡറ്റുകൾ. ലഫ്റ്റനന്റ് ഭഗവൻദാസ്, ലഫ്റ്റനന്റ് ബാബു, ഫസ്റ്റ് ഓഫീസർ കൃഷ്ണകുമാർ CS, സുബൈദാർ മേജർ കരം സിംഗ്, സുബൈദാർ ഷാജി, BHM രാജേഷ് തുടങ്ങിയവരാണ് യോഗ പരിശീലനത്തിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതിക്കാർക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ ഭാരവാഹികൾ. പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ അവിടെ CPM നിലപാടോ കോൺഗ്രസ് നിലപാടോ BJP നിലപാടോ അല്ല. പക്ഷെ അവിടെ കാണുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പാണ്. നമ്മളിവിടെ അതുപോലെ എത്ര ദളിത് പീഡനം നടക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരു ദളിത് പീഡനമായിട്ട് നിൽക്കുന്നത്. എന്താ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ എത്താത്ത എന്താ? വേറെ ഒന്നുമല്ല കാര്യത്തിൽ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സഹോദരിമാരാണ്. പക്ഷെ ന്യായമായ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടുനിൽക്കും, അന്യായമായ കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കൂല. വിവിധ ബാങ്കുകളിൽ നിന്നും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, വിവിധ ബോർഡുകളിൽ നിന്നും വായ്പയെടുത്ത് ജപ്തി ഭീഷണിയും കുടിയിറക്കും കാരണം ആത്മഹത്യയുടെ വക്കീലിലെത്തിയിരിക്കുന്ന പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാനും ജപ്തി നടപടികൾ നിർത്തിവെക്കാനും സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ. സംസ്ഥാനത്ത് വായ്പയെടുത്തും ദുരിതമനുഭവിക്കുന്ന പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സിറ്റിംഗ് നടത്തിയും പഠിച്ചും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന പട്ടികജാതി വർഗ്ഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ രാംദാസ് വേങ്ങേരി, VM ചന്ദ്രിക അജേഷ്, TV ബാലൻ പുള്ളാളൂർ, KV സുരേന്ദ്രൻ, M വിദ്യാസാഗർ, പ്രകാശൻ കക്കോടി എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart
Chemanur. Bobby Chemanur International Jewelers. ഇത് ലേറ്റസ്റ്റ് ഹൈദരാബാദി സൽവാർ, ഇത് ട്രെൻഡി കാശ്മീരി സൽവാർ സ്യൂട്ട്, ഇത് സ്റ്റൈലിഷ് ലക്നൌവി ചുരിദാർ, ഇത് എക്സ്ക്ലൂസീവ് ബഞ്ചാര കുർത്തി, ഇത് കല്യാൺ സിൽക്സിന്റെ മെഹഫിൽ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹഫിൽ. ഡിസൈനർ സൽവാറുകളുടെയും കുർത്തികളുടെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ചുരിദാർ, കുർത്തി, സൽവാർ, ഡെക്കറേറ്റഡ് സാരി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. കല്യാൺ സിൽക്സ് മെഹഫിൽ. ഇത് ഫാഷന്റെ പെരുന്നാൾ. കല്യാൺ സിൽക്സ്. ഒരു ചായ അടിക്കണം. ഏട്ടോ കാണണ്ടവര് കാണണ്ടേ, പിന്നെ കണ്ടവര് കാണണ്ടേ. അല്ല എന്താ കാണണ്ടവർ കാണണ്ടേ? അതറിയില്ലേ? എന്റെ മനോജ് നാട്ടിലൊന്നും അല്ലടോ. നമ്മളെ പേരാമ്പ്രയുള്ള ലുലു വെഡിങ് സെന്ററേ ഇപ്പൊ 50,000 സ്ക്വയർ ഫീറ്റ് ആക്കിക്കണ്. ഈ റംസാൻ മാസത്തിലേ അവിടെ സമ്മാന പെരുമഴയാന്നാ കേക്കണ്. അതെ, മനം കവരും വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുടെ അവിസ്മരണീയ ശേഖരങ്ങളുമായി ലുലു വെഡിംഗ് സെന്റർ ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ. ഇനി എല്ലാവരും കാണൂ ലുലു വെഡിംഗ് സെന്റർ, പേരാമ്പ്ര. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ പരിപാടികൾ ആയുഷ് വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, AMAI എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു. ADM ജനിൽകുമാർ ജില്ലാതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല ആഘോഷ പരിപാടികൾ ആയുഷ് വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, AMAI എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി സെമിനാർ ഹാളിൽ വെച്ച് നടന്നു. ADM T ജനിൽകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നാമൊക്കെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നവരായി മാറി. രോഗം വരുന്നതിന് മുമ്പ് രോഗം ഇല്ല എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ യോഗയുടെയും ഒക്കെ പ്രാധാന്യം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ജയശ്രീ സ്വാഗതം ആശംസിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ശശാങ്കൻ, ഹുസൂർ ശിരസ്ദാർ, ജയൻ M ചെറിയാൻ, HMC മെമ്പർമാരായ KP കൃഷ്ണൻകുട്ടി, റുഗിയ ബേബി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ശ്രീകുമാർ, AMAI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഡോക്ടർ അഭിലാഷ് BG എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നൊച്ചാട് GAH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SN സൂരജ് യോഗ സംബന്ധിച്ച പ്രഭാഷണം നടത്തി. കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമുള്ള യോഗ പരിശീലനം ജില്ലാ ആയുർവേദ ആശുപത്രി യോഗ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാവ്യ SH, ഡോക്ടർ ഷംന TV എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PV ശ്രീദേവി നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോച്ചിംഗ് സൌകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി കേരളത്തിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര ബാഡ്മിന്റൺ കോച്ചിന്റെ സേവനം മലബാർ ബാഡ്മിന്റൺ അക്കാദമി ഒരുക്കുന്നു. ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ താരവും കോച്ചുമായ യൂസാൻഡി അക്കാദമിയുടെ ചീഫ് കോച്ചായി ചുമതലയേറ്റതായി സാരഥികൾ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 4 വുഡൻ ഇൻഡോർ കോർട്ടുകൾ, മിനി ജിം എന്നിവ അക്കാദമി കോച്ചിംഗിനായി ഒരുക്കിയിരിക്കുന്നു. മലബാർ ബാഡ്മിന്റൺ അക്കാദമി ഷട്ടിൽ ബാഡ്മിന്റനെ സ്വന്തം ജീവിതത്തെക്കാൾ അധികം സ്നേഹിച്ച പരേതനായ മണ്ണിൽ വിജയന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലത്ത് 60ഓളം കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ഇവിടെ പരിശീലനം ലഭിച്ച കുട്ടികൾ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ ടൂർണമെന്റുകളിൽ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷട്ടിൽ ബാഡ്മിന്റൺ രംഗത്ത് ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കാൻ അക്കാദമിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മലബാർ ബാഡ്മിന്റൺ അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു. പുസ്തകങ്ങൾക്ക് വേണ്ടി ബുക്ക് ഡെപ്പോസിറ്റ് മെഷീനുമായി മാറാട് ജിനരാജദാസ് ALP സ്കൂൾ വിദ്യാർത്ഥികൾ. വായിച്ചു കളഞ്ഞതോ പുതിയതോ ആയ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കായി ഈ ഡെപ്പോസിറ്റ് മെഷീനിലൂടെ ആർക്കു വേണമെങ്കിലും നിക്ഷേപിക്കാം. വായിച്ചു വളരാൻ, നന്മയിലേക്ക് നടക്കാൻ ഞങ്ങൾക്കിത്തിരി പുസ്തകങ്ങൾ വേണം. മാറാട് ജിനരാജദാസ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളുടേതാണ് ഈ വാക്കുകൾ. വായിച്ചു കഴിഞ്ഞതോ പുതിയതോ ആവശ്യമില്ലാത്തതോ ആയ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതിനാണ് കോഴിക്കോട് നഗരത്തിലെ കിഡ്സൺ കോർണറിൽ വായനാ ദിനത്തിൽ സ്ഥാപിച്ച പുസ്തകപ്പെട്ടി അഥവാ ബുക്ക് ഡെപ്പോസിറ്റ് മെഷീൻ. പെട്ടെന്ന് കണ്ടാൽ പുതുതായി സ്ഥാപിച്ച ATM മെഷീനാണെന്നേ പറയൂ. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നഗരത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് തന്റെ വക ആദ്യ പുസ്തകം പെട്ടിയിൽ നിക്ഷേപിച്ചത്. തിങ്കൾ മുതൽ ഒരാഴ്ചക്കാലം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പുസ്തകപ്പെട്ടി കിഡ്സൺ കോർണറിൽ ഉണ്ടാവുക. ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ വായനയിൽ നിന്ന് അകലം പാലിക്കുകയാണ്.
ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുട്ടികളിലെ വായനാശീലം വളർത്താൻ സ്കൂളിലെ വായനാ ക്ലബിന്റെ കീഴിൽ അധ്യാപകർ മുന്നിട്ടിറങ്ങിയത്. അധ്യാപകരായ വിജേഷ് കുമാർ, രാജി രാമചന്ദ്രൻ, സിൽജ മോൾ, റോസമ്മ മാത്യു, അലി മുബാറക് തുടങ്ങിയവരാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. വീടുകളിൽ നിന്ന് പുസ്തകങ്ങൾ നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്കൂളിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ തങ്ങളുടെ പുസ്തക വണ്ടി എത്തുമെന്ന് അധ്യാപകർ അറിയിച്ചു. 382 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കഴിഞ്ഞ വർഷം പുസ്തകവണ്ടി എന്ന പേരിലായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. പുസ്തകപ്പെട്ടി നഗരത്തിൽ സ്ഥാപിച്ചത് കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചാണെന്ന് അധ്യാപകർ പറയുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷാ അഭിയാനം നടത്തിയ മികവുത്സവത്തിൽ സംസ്ഥാനത്തെ മികച്ച 5 സ്കൂളുകളിൽ ഒന്നായിരുന്നു ജിനരാജദാസ് LP സ്കൂൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് NITയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. നിർമ്മാൺ 2016 എന്ന് പേരിട്ട കൂട്ടായ്മ 22 രാവിലെ മുതൽ കോഴിക്കോട് NITയിലാണ് നടക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, IIM, CWRDM, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, NIELIT, ഡെന്റൽ കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നിവയാണ് NITയോടൊപ്പം ചേരുന്ന മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ. സമ്മേളനം ജൂൺ 22-ന് 9:30 NITയിൽ നടക്കും. തുടർന്നുള്ള ചർച്ചകൾക്ക് സ്ഥാപന തലവന്മാർ നേതൃത്വം കൊടുക്കും. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞുവരുന്ന ആശയങ്ങൾ ചേർത്ത് ഈ സ്ഥാപനങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിന് രൂപരേഖയുണ്ടാക്കും. ഈ സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം സമൂഹ നന്മയ്ക്കായി കൂട്ടായിട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്നുള്ളതാണ്. വയനാട് ചുരത്തിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ചെറുതിരുത്തിയിൽ ഷാനവാസിന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിലാണ് തുക കൈമാറിയത്. വയനാട് ചുരത്തിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ കോതേരി ചെറുതുരുത്തിയിൽ ഷാനദാസിന്റെ കുടുംബത്തെ സഹായിക്കാനായി ഷാനദാസ് കുടുംബസഹായ കമ്മിറ്റി സമാഹരിച്ച സഹായധനം ഷാനദാസിന്റെ കുടുംബത്തിന് കൈമാറി. കാരാട് വടക്കുംപാടത്ത് നടന്ന ചടങ്ങിൽ വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിൽ ഇതുവരെ സമാഹരിക്കാനായ തുക കുടുംബത്തിന് കൈമാറി. പലരും 500-1000 കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു കുടുംബത്തെ സഹായിക്കാനുള്ള മനസ്കത കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള സഹായ ഹസ്തങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരും അതിനോട് വളരെയധികം സഹകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രകാശ് PV അബ്ദുൾ മജീദ്, വാഴക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ T അബൂബക്കർ, N ഭാഗ്യനാഥ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാനദാസിന്റെ കുടുംബത്തിന് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകാനും അസുഖബാധിതയായ കുട്ടിയുടെ ചികിത്സാ ചെലവും കുട്ടികളുടെ പഠന ചെലവും കണ്ടെത്തി ഷാനദാസിന്റെ കുടുംബത്തെ സഹായിക്കാനായി ഷാനദാസ് കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ചാണ് ധനസമാഹരണം നടത്തുന്നത്. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിൽ മുഖ്യ രക്ഷാധികാരിയായ കമ്മിറ്റി ഇതിനായി വാഴയൂർ സർവീസ് സഹകരണ ബാങ്കിൽ 3052 എന്ന നമ്പറിൽ അക്കൌണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് സന്മാർഗദർശിനി വായനശാലയും വനിതാവേദിയും സംയുക്തമായി വായനാ ദിനാചരണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് KP സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനാ വാരത്തോടനുബന്ധിച്ച് കോഴിക്കോട് സന്മാർഗദർശിനി വായനശാലയും വനിതാവേദിയും സംയുക്തമായി വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. വായനാ ദിനാചരണ പരിപാടി ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് KP സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയ്ക്ക് വായനാശീലം കുറവാണെന്നും വായനാശീലം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്നത്തെ സ്ഥാനത്തിരിക്കുന്ന ബാലവാദികൾക്ക് പോലും അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഇതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രദേശത്തെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം സ്വന്തം എന്ന് പറയാവുന്ന, അങ്ങനെയാണ് പറയാൻ കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി ലിംഗവർണ്ണ വ്യത്യാസമില്ലാതെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഇതെന്റെ സ്ഥാപനമാണ് എന്ന് പറയാവുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് 100ഓളം നോട്ട് പുസ്തകങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KP പ്രഭാകരൻ, ലൈബ്രറി വനിതാവേദി കൺവീനർ വന്ദന വിശികുമാർ, ലൈബ്രറി വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, സുരേന്ദ്രശേഖർ പാലക്കണ്ടി, K ഹരിദാസൻ, രമ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഗധാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. സ്റ്റാർ കെയർ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ആനന്ദകനകം ധർണ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയ ചേവരമ്പലത്തെ സ്റ്റാർ കെയർ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ മാനദണ്ഡങ്ങൾ തെറ്റിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും കോർപ്പറേഷൻ മേയറുമായി പ്രശ്നം ചർച്ച ചെയ്യുവാനും ധാരണയായി. അഡ്വക്കേറ്റ് ആനന്ദകനകം ധർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം സഹിക്കേണ്ടവരാണ്, സഹിക്കും എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോൾ എന്നെ പോലുള്ള വ്യക്തികൾക്ക് സത്യത്തിൽ പ്രതീക്ഷ നൽകുകയാണ്. ഇ ബിജു അധ്യക്ഷനായ ചടങ്ങിൽ MK മുനീർ MLA, കൌൺസിലർമാരായ VT സത്യൻ, KT സുഷാജ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ SR ജ്യോതി, രജീഷ് പുതിയടത്ത്, ഹരിനാരായണൻ, ബൈജു അടക്കത്ത്, രഞ്ജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്റ്റാർ കെയർ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണത്തിന് KOCH MBR പ്ലാന്റ് ഒരുങ്ങിക്കഴിഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയ പ്ലാന്റിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നേരിൽ കാണാൻ അവസരമൊരുക്കുമെന്നും അധികൃതർ പറഞ്ഞു. തൊണ്ടയാട് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർ കെയർ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണത്തിന് KOCH MBR പ്ലാന്റ് സ്ഥാപിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ജർമ്മൻ നിർമ്മിത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ പ്ലാന്റിന്റെ പ്രവർത്തനം നേരിൽ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശക്തമായ മഴയിൽ പ്ലാന്റിനകത്തേക്ക് കയറിയ മഴവെള്ളം ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് നാട്ടുകാരിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതെന്നും വെള്ളം നീക്കം ചെയ്യാൻ ഏൽപ്പിച്ച കരാറുകാരൻ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു നീക്കവും നടത്തില്ലെന്നും ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സാദിഖ് കൊടക്കാട്ട്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട്, PV അനൂപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇഫ്താർ സംഗമം ഒരുക്കി ജമാഅത്തെ ഇസ്ലാമി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. MSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നോവലിസ്റ്റ് KP രാമനുണ്ണി, ഡോക്ടർ ആർസു, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് VP ബഷീർ, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. S കമറുദ്ദീൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കോർപ്പറേഷൻ സെക്രട്ടറി സതീശൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, സുപ്രഭാതം ദിനപത്രം എക്സിക്യൂട്ടീവ് എഡിറ്റർ A സജീവൻ, P സിക്കന്ദർ, P രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തിൽ ലോകോത്തര സിനിമകൾ ഉണ്ടാകാതിരിക്കാൻ കാരണം സെൻസർ ബോർഡാണെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. തന്റെ ഒരു ദിവസത്തെ കളി എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സെൻസർ ബോർഡ് കാരണം മികച്ച സിനിമകൾ പലതും പിറവിയെടുക്കാതെ പോവുകയാണെന്ന് കഴിഞ്ഞ വർഷത്തെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സനൽകുമാർ ശശിധരൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവു ദിവസത്തെ കളി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മറ്റൊരു കലാരൂപത്തിനുമില്ലാത്ത സെൻസർഷിപ്പ് സിനിമയ്ക്ക് മാത്രമാണുള്ളത്. പ്രാകൃതമായ ഏർപ്പാടാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും തിരക്കഥയുടെ രചനയിലും ചിത്രീകരണ സമയത്തുമെല്ലാം സെൻസർ ബോർഡിനെ മുൻപിൽ കാണേണ്ട അവസ്ഥയാണുള്ളത്. കഥകളി എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഫെഫ്ക നടത്തുന്ന സമരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഫെഫ്ക നടത്തുന്ന സമരം നല്ലതാണ്. ഇത് കഥകളി എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. സെൻസർ ബോർഡ് എന്ന സംവിധാനത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. ഇത്തരമൊരു പ്രാകൃതമായ ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
തന്റെ ഒഴിവു ദിവസത്തെ കളി ഏറെ പ്രതിസന്ധികളെ മറികടന്നാണ് തിയേറ്ററിലെത്തിയതെങ്കിലും റിലീസ് ചെയ്ത 22 തിയേറ്ററുകളിലും മികച്ച പ്രതികരണമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചാലിക്കര ഐക്യം റെസിഡൻസ് അസോസിയേഷൻ വൃക്ഷത്തൈ വിതരണം ചെയ്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ പ്രകാശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാലിക്കര ഐക്യം റെസിഡൻസ് അസോസിയേഷൻ സൗജന്യ വൃക്ഷത്തൈ വിതരണം നടത്തി. ചാലിക്കരയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ പുഷ്പ പ്രകാശൻ വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇനി എല്ലാ വീടുകളിലും ഓരോരു വൃക്ഷത്തൈ നടണം എന്നുള്ള ഒരു സന്ദേശം പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എല്ലാവിധ സഹായം ചെയ്ത റെസിഡൻസിനും എല്ലാ വീട്ടിലും എല്ലാവരും ഓരോ വൃക്ഷത്തൈ എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കും. 7ാം വാർഡ് മെമ്പർ സബിഷ രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു. അത് നട്ടു വളർത്തുക, അത് എന്നിട്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചവരുമായ ദളിത് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി ദളിത് ജനാധിപത്യവേദി നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് TP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ത്രിതല തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളായവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരുമായ ദളിത് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും നടപടിയിൽ ദളിത് സംഘടനകളുടെ കൂട്ടായ്മയായ ദളിത് ജനാധിപത്യവേദി പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ശിക്ഷാസദൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഡ്സംകൊണ്ട പരിസരത്ത് സമാപിച്ചു. കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് TP ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വേട്ടയാടിക്കൊണ്ട് നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുകയോ ചെയ്യുന്ന പ്രവണത ഏറി വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദിനം അനുദിനം എന്ന് പറഞ്ഞ മാതിരി പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള കൊലപാതകങ്ങൾ ഏറി വരുന്നു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VT സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KP മനോഹരൻ, ശ്രീനിവാസൻ ശ്രീയില്ലം, VK അച്യുതൻ, E രാമൻ, KP വേലായുധൻ, EP ബാബു, VM സുരേഷ് ബാബു, PT വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ ചെയർമാനായി VT സുരേന്ദ്രനെയും ജനറൽ കൺവീനറായി VM സുരേഷ് ബാബുവിനെയും മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ P മിഥുൻ റിപ്പോർട്ട് വായിച്ചു. കൌൺസിലർമാരായ N സതീഷ് കുമാർ, T അനിൽകുമാർ, PP ബീരാൻ കോയ, M ഗിരിജ, പേരോത്ത് പ്രകാശൻ, പ്രിൻസിപ്പൽ PJ ലൂസി, കരുവള്ളി ശശിധരൻ, പ്രദീപ് ഹൂഡിനോ, C മൊയ്തീൻ കുഞ്ഞ്, C ഭാസ്കരൻ, K പ്രബീഷ് കുമാർ, K പ്രജിത, KB മുസ്തഫ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാറാട് ശാഖ VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് K രാജീവ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി M ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റർ TV വിജയൻ ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു. സീനിയർ ഇൻസ്പെക്ടർ K ഷീജ വായ്പ വിതരണം ചെയ്തു. കൌൺസിലർമാരായ ഷൈമ പൊന്നത്ത്, പേരോത്ത് പ്രകാശൻ, M ഗിരിജ, PP ബീരാൻ കോയ, പൊതുപ്രവർത്തകരായ KV ശിവദാസൻ, K മുഹമ്മദ് കോയ, K വിശ്വനാഥൻ, K സ്മിജിത്ത്, കലാം കടുവാനത്ത്, K ബാലരാമൻ, പള്ളത്ത് പത്മനാഭൻ, V ആലി എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയ്ക്ക് അഭിമാനമായി രാജ്യാന്തര യോഗാ ദിനം. യോഗയുടെ പ്രസക്തി മനസ്സിലാക്കി നാടെങ്ങും ദിനാചരണ പരിപാടികൾ. രോഗമില്ലാത്ത സമൂഹത്തെ നിലനിർത്താൻ യോഗ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. കുശവ സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളി സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കേരള കുമ്പാര സമുദായ സഭ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.